ഹായ് ഫ്രണ്ട്സ്, അമ്മാസ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെല്ലാം ബ്രൗൺ നിറമാകുന്നതുവരെ വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുത്. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 സവാള, 1 കപ്പ് ചെറിയ ഉള്ളി മുറിക്കണമെന്നില്ല, 2 തക്കാളി, കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക്, 3 വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 3 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന പെരിഞ്ജീരകം, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം നല്ല പൊട്ടി വരുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചുവന്നുള്ളി, സവാള എന്നിവ ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴണ്ട് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. സവാളയെല്ലാം നല്ലതുപോലെ വാടി വരുമ്പോൾ തക്കാളി ചേർക്കാം. പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലതുപോലെ വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം.
ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല കൂടി ചേർക്കാം. മസാലയെല്ലാം മൂത്ത് നല്ല മണം വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർക്കാം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. രണ്ട് മിനിറ്റ് പാത്രം അടച്ച് മസാല എല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം തുറന്ന് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ചിക്കൻ വേവിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചിക്കൻ വേവിക്കാൻ. ഈ സ്റ്റേജിൽ നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഡ്രൈ ആക്കിയാണ് എടുത്തിരിക്കുന്നത്. സ്വാദിഷ്ടമായ ചെട്ടിനാട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.